ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഡെലിവറി വ്ളോഗായിട്ടാണ്. പെട്ടെന്നായിരുന്നു ഡെലിവറി. 35 വീക്സിൽ ഡെലിവറി ആയിരുന്നു. പെട്ടെന്ന് വാട്ടർ ബ്രേക്കായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. പിന്നെ അങ്ങനെ പെട്ടെന്ന് സിസേറിനായിരുന്നു കേട്ടോ. 28 ഏപ്രിലിനായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഡെലിവറിക്ക് പോകുന്നതിൻ്റെ തലേദിവസം തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജാഹിൻ്റെയും ഇതുപോലെ തന്നെ 36 വീക്സിലായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, ആദ്യത്തെ 2-3 ദിവസം ബേബി എന്താ പറയുക ഒബ്സർവേഷനിലായിരുന്നു. പ്രീമച്വർ ബേബി ആയതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ രണ്ടുപേരും ഓക്കെ ആയിരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. 28 ഏപ്രിലിൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ അന്ന് ശരിക്കും ഡെലിവറി ഉണ്ടാവുമെന്നൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും ബാഗൊക്കെ എന്തായാലും വണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും നേരെ ലേബർ റൂമിലേക്കാണ് കൊണ്ടുപോയത് കേട്ടോ. പിന്നെ അന്ന് ഹസ്ബൻഡ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. ജയന് സമ്മർ ക്യാമ്പിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഹസ്ബൻഡ് പിന്നെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും വേഗം എത്തി. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഉമ്മയും വാപ്പയും പിന്നെ അനിയനൊക്കെ കൂടി അവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ എന്തായാലും ഡോക്ടർ പറഞ്ഞത് ഒരു 8:45 ആകുമ്പോൾ സിസേറിയൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഹസ്ബൻഡും ജയാനും പിന്നെ ഉമ്മയുടെ ബ്രദറും വൈഫും ഉമ്മയുടെ അനിയത്തി പിന്നെ എൻ്റെ അനിയത്തിയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബേബീനെ കൊണ്ടുവരണം കേട്ടോ. ഗേൾ ബേബിയാണ്. പിന്നെ ബേബിയുടെ ചെവിയിൽ ബാങ്ക് വിളിച്ചു. പിന്നെ കുറച്ച് ഹണി കൊടുത്തിട്ടുണ്ടായിരുന്നു. സംസം വെള്ളം ആണ് കൊടുക്കേണ്ടിയിരുന്നത്. സംസം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ പകരം ഹണിയാണ് കൊടുത്തിട്ടാ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ രാവിലെയാണ് കേട്ടോ. സിസേറിയൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ICUലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ ഒന്ന് ഫ്രഷായി നടന്നതിനൊക്കെ ശേഷമാണ് പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കിയത്. അപ്പോൾ ഒന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മ കഴിപ്പിച്ചതാണ്. ബേബീനെ തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബേബി ഒബ്സർവേഷനിലായിരുന്നു. പ്രീമച്വർ ബേബി ആയതുകൊണ്ട് ഒരു ഒബ്സർവേഷനിൽ 1-2 ദിവസം കിടത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബേബീനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് കേട്ടോ. പിന്നെന്താ, അന്ന് റൂമിലെല്ലാവരും ഉണ്ടായിരുന്നു. വാപ്പ, ഉമ്മ, അനിയത്തി, അനിയൻ, ഉമ്മയുടെ അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജയൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ബേബിനെ കണ്ടപ്പോൾ. ബേബിനെ എപ്പോഴാണ് റൂമിലേക്ക് കൊണ്ടുവരണേന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ പേഷ്യൻസിന് അവിടുത്തെ ക്യാൻറ്റീനിൽ തന്നെ ഫുഡ് മേടിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാം. അപ്പോൾ എനിക്കുള്ള ഫുഡ് അവിടുത്തെ ക്യാൻറ്റീനിൽ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ മീൽസ് ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഹോസ്പിറ്റലിൽ തന്ന കോംപ്ലിമെൻ്ററി ഗിഫ്റ്റാണ് കേട്ടോ. ഒരു ബേബി ഓൺ ബോർഡിൻ്റെ സ്റ്റിക്കറും പിന്നെ ഹിമാലയയുടെ പൗഡറും സോപ്പ് ഓയിൽ അതിൻ്റെ ഒരു ഗിഫ്റ്റായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ബേബീനെ ഇന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എപ്പോൾ കൊണ്ടുവരുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ബേബീനെ റൂമിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ.
ബേബീനെ റൂമിലേക്ക് കൊണ്ടുവന്ന ശേഷം ഡോറിൽ ഇങ്ങനെ ബലൂണൊക്കെ വെച്ചിരുന്നു കേട്ടോ. ഗേൾ ബേബി ആണെങ്കിൽ പിങ്ക് ബലൂണാണ് വെച്ചിരുന്നത്. ഇത് ഉമ്മയുടെ ബ്രദറിൻ്റെ മോനാണ്. അപ്പോൾ ബേബീനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫും പിന്നെ അവരുടെ കുട്ടികളും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സയൻ കുറച്ച് നേരം ബേബിയുടെ കൂടെ കളിക്കണൊക്കെ ആയിരുന്നു. ഭയങ്കര കൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സയൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു. തീരെ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഗ്യാസ് കയറി വൊമിറ്റൊക്കെ ചെയ്തിട്ട് എമർജൻസിയിൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലെ ഷോപ്പിൽ നിന്ന് അനിയത്തി ഒരു ഡോക്ടർ സെറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സയൻ. എന്നിട്ട് കുറച്ച് ദിവസം പിടിച്ചിട്ട് അത് ശരിയാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പോൾ ശരിക്കും ഫുഡൊക്കെ കഴിച്ച് നോർമലായി വരുന്നതേ ഉള്ളൂ. വൊമിറ്റിംഗ് ഒക്കെ നിന്നു. പക്ഷേ ഫുഡ് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ല. കുറച്ച് കുറച്ചായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇനി അത് ഒന്ന് ശരിയായി വരണം അങ്ങനെ. പിന്നെ ഹോസ്പിറ്റലിൻ്റെ അതേ ഷോപ്പിൽ നിന്ന് തന്നെ ഹസ്ബൻഡ് ഈ ഫ്രൂട്ട്സിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അതൊക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സയാനൊന്ന് കഴിപ്പിച്ച് കൊടുക്കുകയാണ് ഫുഡ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം സയൻ്റെ ഫുഡും ഉറക്കവും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ട്. മിക്ക ദിവസവും എനിക്കുള്ള ഫുഡ് ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ മീൽസ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ പറയാൻ മറന്നുപോയി, അപ്പോൾ ഡെലിവറി കിൻഡർ ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ ഞാൻ കൺസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് ഡോക്ടർ മധുജ ഗോപിശ്യാമിനെ ആയിരുന്നു. ഡോക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല. കാരണം അത്രയും സപ്പോർട്ടായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലിയും സപ്പോർട്ടും ആയിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ നേഴ്സുമാരാണെങ്കിലും ഭയങ്കര ഒരു കെയറിങ്ങും സപ്പോർട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം ബേബി NICUലായിരുന്ന ടൈമിൽ അവിടുത്തെ നേഴ്സുമാരും ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബേബിയുടെ ഡോക്ടർ, പീഡിയാട്രീഷ്യൻ ഫൈസൽ ഡോക്ടർ നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ കിൻഡർ ഹോസ്പിറ്റൽ ഡെലിവറി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞത് മൺഡേ ആയിരുന്നു. അപ്പോൾ സാറ്റർഡേ ആണ് ഡിസ്ചാർജ് ആക്കുന്നത്. ഇതാണ് ഹോസ്പിറ്റലിലെ കഫറ്റേരിയ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇടയ്ക്ക് ചായയൊക്കെ മേടിക്കാറുണ്ട്. പിന്നെന്താ, അപ്പോൾ അതാ അനിയൻ ചായ മേടിക്കാൻ നിൽക്കായിരുന്നു കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഇതാണ് ഡോക്ടറിൻ്റെ ക്യാബിൻ, ഡോക്ടർ മധുജ ഗോപിശ്യാം. ഡോക്ടർ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ഇതാണ് ഡോക്ടർ കേട്ടോ. അങ്ങനെ ബിൽ പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് നമ്മളിനി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ. അപ്പോൾ റൂമിൽ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബേബിയുടെ സമ്മറി മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഹസ്ബൻഡ്. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു. റൂമിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ വിട്ടു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു റൂം ഉണ്ടായിരുന്നത്. പിന്നെന്താ, അപ്പോൾ എല്ലാം ഉമ്മ പാക്ക് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കൊണ്ടുപോകാനുള്ളതൊക്കെ.
അങ്ങനെതാ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടാ. ഹോസ്പിറ്റലുകാർ തന്നെ കേട്ടോ കാറ് ഡെക്കറേറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഗിൾ ബേബി ആയതുകൊണ്ട് പിങ്ക് ബലൂണും പിങ്ക് ബോ ഒക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് തന്നേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഏകദേശം ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും. അങ്ങനെ വീട്ടിൽ കയറി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാൻ വരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.